ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ കൃപയും ആവുകളെ. കർത്താവിന് നന്ദി പറയാം. കർത്താവ് ഒരു പുത്തൻ അനുഗ്രഹം തരാൻ വേണ്ടി എന്നെ വിളിച്ചത്. ദിസ് അപ്പോയിൻമെൻറ്റ് ഈസ് ഫോർ എ പ്രൊമോഷൻ. ഈ അപ്പോയിൻമെൻറ്റ് നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക്, നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന്, നിന്റെ ജീവിതത്തിൻ്റെ അഭിഷേകത്തിന് ദിസ് അപ്പോയിൻമെൻറ്റ് ഈസ് ഫോർ എ പ്രൊമോഷൻ. Hallelujah. Hallelujah. And this appointment is for an upgrading. നിന്റെ ഗ്രേഡ് വ്യത്യാസം വരാൻ പോവുക. കർത്താവ് നിന്നെ അല്പം കൂടെ നിന്നെ ഉയർത്താൻ പോവുക. ദൈവസ്നേഹത്തിൽ നിന്നെ ഉയർത്താൻ പോവുക. For an upgrading. Hallelujah. 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 സന്തോഷത്തോടെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. I rejoiced when I heard them say, let's go to the temple of the Lord. കർത്താവിൻ്റെ ആലയം അവിടെ എല്ലാം ഉണ്ടെന്നേ. കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുക. So they said, let's go. നമുക്ക് അവൻ്റെ ആലയത്തിലേക്ക് പോകാം എന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. അച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു അപ്പോയിൻമെന്റിന് വിളിച്ചിരിക്കും. സ്നേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ആണ്. ഇറ്റ്സ് ആൻ അപ്പോയിൻമെൻ്റ് ഓഫ് ലവ്, ഇറ്റ്സ് ആൻ അപ്പോയിൻമെൻ്റ് ഓഫ് മേഴ്സി. കരുണയുടെ ഒരു അപ്പോയിൻമെൻ്റ്, ആൻ അപ്പോയിൻമെൻ്റ് ഓഫ് പ്രിവിലേജ്. ഒരു ആനുകൂല്യത്തിൻ്റെ അപ്പോയിൻമെൻ്റ്, ഇത് ഒരു ഔദാര്യത്തിൻ്റെ അപ്പോയിൻമെൻ്റാണ് കർത്താവ് തരുന്നത്. ഹല്ലേലൂയ. ഓരോ പ്രാർത്ഥനയും ഒരു അപ്പോയിൻമെൻ്റാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വൈകുന്നേരം 6:30 മണിയാകുമ്പോൾ കുരിശുമണി അടിക്കുക, ഒരു അപ്പോയിൻമെൻ്റാണ് മക്കളെ. അത് രാവിലെ 6 മണിക്ക് 6:30 മണിക്ക് പള്ളിമണി അടിക്കുക, കുർബാനയ്ക്ക്. ആൻ അപ്പോയിൻമെന്റ്. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ ഈ ചൊവ്വാഴ്ച ട്യൂസ്ഡേ ഈസ് ആൻ അപ്പോയിൻമെന്റ്. ചൊവ്വാഴ്ച നമുക്കൊരു അപ്പോയിൻമെന്റ്. അഭിഷേക വചസ് രാവിലെ 6 മണിക്ക് ഒരു അപ്പോയിൻമെന്റ്. കർത്താവ് ഒരു നിയോഗം തരിക, കർത്താവ് ഒരു അനുഗ്രഹം തരിക, കർത്താവ് ഒരു കൃപ തരിക. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 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 അതുപോലെ ദൈവത്തിൻ്റെ ഒരു നിയോഗവും ദൈവത്തിൻ്റെ ഒരു കരുണയും സ്വീകരിക്കാൻ അവിടെ നമ്മൾ വിളിച്ചിരിക്കുന്നു. നമ്മൾ എപ്പോഴും ഓർക്കണം, പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമടക്കം, ഇറ്റ്സ് ആൻ അപ്പോയിൻമെന്റ്. പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ ഉയർത്തും, ഇറ്റ് ഈസ് ആൻ അപ്പോയിൻമെന്റ്. വായിക്കാൻ വേണ്ടി വചനം തുറക്കുമ്പോൾ ഇറ്റ് ഈസ് ആൻ അപ്പോയിൻമെന്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു അപ്പോയിൻമെന്റ് കർത്താവ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു അപ്പോയിൻമെന്റ് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ വിളിച്ച്. ഹല്ലേലൂയ. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മുമ്പിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പുതിയ കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുക. തിരുവചനം പറയുക, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക്. നോ ഷോർട്ട് കട്ട്. യോഹന്നാന്റെ സുവിശേഷത്തൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലെ, ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അഴിയാൻ ഫലംപുറപ്പെടുവിക്കണേ. ഇത് ക്രിസ്തു എന്ന വിത്തിൻ്റെ പ്രത്യേകത. ഇത് അഴുകിയാൽ മാത്രം. നമുക്കൊന്നും അഴുകാൻ ഇഷ്ടമില്ലല്ലോ, അഴുകാൻ ഇഷ്ടമില്ല. ശുശ്രൂഷകർ രാവിലെ വരുന്നവർ ആ ഉടുപ്പൊക്കെ ഇട്ട് വിയർത്ത് വിളിച്ച്, ഞാനാകപ്പാടെ വിയർത്ത് വിളിച്ചാൽ നിൽക്കുന്നത്. ഇപ്പം അഴുകി നിൽക്കുന്ന മനുഷ്യർ അഴുകി നിൽക്കുക. അപ്പോൾ നീ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഒരു അഴുകലിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ ഒരു അനുഗ്രഹം. ഇഫ് യു ആർ ഗോയിങ് ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ കൈ പിടിച്ച്, ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട്, ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ട്,
ക്രിസ്തു പറയുന്നതൊക്കെ അനുസരിച്ചൊക്കെ ഉള്ളൊരു ജീവിതമാണെങ്കിൽ യു വിൽ റീച്ച് വേർ ദ ഫാദർ ഈസ്. അപ്പനിരിക്കുന്നിടത്ത്, അനുഗ്രഹത്തിൻ്റെ അടുത്ത് നീ എത്തിച്ചേരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ വിഷയം വരിക. തോമസ് പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. ഈശോ പറഞ്ഞു നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. നമ്മളെ ലോകത്തിൻ്റെ പ്രശ്നം ഒന്നേ ഉള്ളൂ, ദൈവത്തെ അറിയുന്നില്ല. പാട്ടുകാരൻ പാടുന്നില്ലേ, ദൈവത്തെ മറന്നു നീ കുഞ്ഞെ ജീവിക്കരുതേ. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ. നമുക്ക് ഈ ഭയവും ആദിയും വ്യാധിയും ഒക്കെ ഈ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുന്നവൻ, ധ്യാനിക്കുന്നവൻ എന്തിന് ആരോട് പരാതിപ്പെടുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനൊരു സ്നേഹമുണ്ട് മക്കളെ. പിതാവായ ദൈവത്തിൻ്റെ, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. കുരിശറിയുന്നവൻ ഉത്ഥാനം അറിയും. കുരിശറിയാത്തവൻ ഉത്ഥാനം അറിയത്തില്ല. കുരിശില്ലാതെ ഉത്ഥാനമില്ല. കുരിശ് മരണമില്ലാതെ ഉത്ഥാനമില്ല. മരണമില്ലാതെ ഉത്ഥാനമില്ല. ഒരു മരണം മരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ മനുഷ്യപുത്രനെ തലയായിക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരൻ, മനുഷ്യപുത്രന് തലയായിക്കാൻ ഇടമില്ല. അവൻ്റെ സുഹൃത്തുക്കൾ, പാപികൾ, ചുങ്കക്കാർ, കുഷ്ഠരോഗികൾ, ആർക്കും കൊള്ളില്ലാത്തവർ, ഒന്നിനും കൊള്ളത്തില്ലാത്തവന്മാർ. നോക്കിയേ, ഓപ്ഷൻ ഫോർ ദ സിന്നർ, ഓപ്ഷൻ ഫോർ ദ പൂവർ, ഓപ്ഷൻ ഫോർ ദ മാൻ. നോക്കിയേ, ക്രിസ്തു എന്ന മഹാരഹസ്യം. ഞാൻ വിശ്വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവർ അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവർ. അതിൽ സന്യാസികളുടെ കാര്യമാണ്. ഒന്നും സ്വന്തം പേരിൽ, സ്വന്തം അക്കൗണ്ടിലില്ല. ഫ്രാൻസിസ് പാപ്പ മരിച്ചപ്പോൾ എന്നായിരുന്നു? ലോകത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. മരിച്ചപ്പോൾ എന്നാ ഉണ്ടായിരുന്നു? $100 എങ്ങാണ്ട് ആരാണ്ട് സംഭാവന കൊടുത്തുണ്ടായി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഒരു വൈദികനെ അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. 5 പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന ഒരു പുരോഹിതനെ, ഒരു കന്യാസ്ത്രീ, ഒരു സന്യാസി സ്വന്തം അക്കൗണ്ടിൽ അക്കൗണ്ട് ബുക്ക് സൂക്ഷിക്കാൻ പാടില്ല. അക്കൗണ്ട് ബുക്ക് സൂക്ഷിച്ച കുമ്പസാരക്കൂട്ടിൽ പറയണമെന്ന് പറയുന്ന ജീവിതത്തെ പിന്നെ ഞങ്ങൾ എന്നാ പറയുന്നത്? പൈസ വാങ്ങിച്ച പൈസ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ ഒരു പുണ്യമുണ്ട് കേട്ടോ. ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ ഒരു സമ്പന്നത പലതവണ പറഞ്ഞിട്ടുള്ള. ഞാൻ ചെന്നൈയിൽ ലയോള കോളേജിൽ, അനിയൻ അച്ഛനാ ജെസ്യൂട്ട, അവിടെയായിരുന്നു അവൻ. ഞാൻ അവിടെ ചെന്നപ്പം അവിടുത്തെ പ്രൊഫസറാ, ഡോക്ടർ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന ആളാണ് ഈ അച്ഛൻ. കാവ്യമുണ്ടും കാവ്യജിമ്മായും ഇട്ട് സുപ്പീരിയർ അച്ഛൻ്റെ മുമ്പിൽ പോയിട്ട് 10 രൂപ കൈ നീട്ടി ഓട്ടോക്കൂലി ഞാൻ ചുമ്മാ എക്സാജറേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചേക്കില്ല. 5 പൈസ കയ്യിലെടുക്കാനില്ലാത്ത ഒരാളുടെ സൗഭാഗ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം പൈസ ഇല്ല എന്നുള്ളതാണ്. പൈസ ഇല്ലാത്തത് ജീവിതത്തിൻ്റെ ഭാഗ്യമായിട്ടൊക്കെ മാറ്റുന്ന മനുഷ്യർ. ഞാൻ ചുമ്മാ പറയുന്നല്ല. ഞാൻ അവിടെ വെച്ച് കണ്ടോ, ഏറ്റവും പ്രഗത്ഭന്മാരായ പ്രൊഫസർമാരാ, എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഡയറക്ടർമാരും ഒക്കെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ കഥ. ഫിലിം ആർട്ടിസ്റ്റ്, ഫിലിം ഇൻഡസ്ട്രിയുടെ എന്തോ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറോ മറ്റോ ആയിരുന്നു ഈ അച്ഛൻ. തമിഴ് സിനിമാ നടന്മാരൊക്കെ ഇന്നും വന്ന് കാലേ തൊട്ട് മുത്തുന്ന പുണ്യ പുരോഹിതൻ. ഞാനവിടെ പോയി, ഞങ്ങൾ റെഫക്ടറി ഭക്ഷണം കഴിക്കുന്നിടത്ത് പോയിരുന്നു. ഞാൻ ഭക്ഷണം കഴിഞ്ഞ പാടെ ഈ അച്ഛൻ, ഒരു പ്രായമുള്ള ആളാണ്, ഓടി വന്നെൻ്റെ പാത്രം പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി. നമ്മൾ പാത്രം കഴിയും പരിചയവുമില്ല, രാജാവായിട്ടല്ലേ ജീവിക്കണേ. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് ഞാൻ കയറി പാത്രത്തെ പിടിച്ചു. നോ, ഇറ്റ്സ് മൈ പ്രിവിലേജ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പാത്രം എടുത്തുകൊണ്ട് പോയപ്പോൾ അനിയൻ പറയുകയാണ്, ഇദ്ദേഹമാണ്, ഞാൻ പേര് ഞാൻ മറന്നുപോയി, ഈശോ സഭയിലൊരു ഉന്നതനായ വ്യക്തിയാണ്.
കാവ്യമുണ്ടും കാവ്യ ജിബ്ബയും ഇട്ട് നല്ല വിലയുള്ളൊരു ഷർട്ട് പോലും ഇട്ടിട്ടില്ലേ മനുഷ്യൻ. പാത്രം എടുത്ത് കഴുകാൻ പോവുക. ഒരുത്തം കഴിച്ച ഭക്ഷണത്തിൻ്റെ എന്നെ പറഞ്ഞ എച്ചിൽ പാത്രം കഴുകുന്ന മനുഷ്യൻ. കർത്താവ് കാല് കഴുകുന്നൊക്കെ ഉള്ളത് നന്നായിട്ട് എന്ത് ധ്യാനിച്ചാലുണ്ടല്ലോ, എങ്ങും എത്തിയിട്ടില്ലാത്തൊരു ജീവിതമൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഹല്ലേലൂയ. നന്നായിട്ട് മെനയ്ക്കൊരു ഉടുപ്പ് കഴുകാൻ എനിക്കറിയത്തില്ല. നേരത്തെ കഴിയുമായിരുന്നു, സെമിനാരി പഠിക്കുമ്പോൾ കഴിയുമായിരുന്നു. മെനയ്ക്കൊരു തുണിയലക്കി എടുക്കാൻ അറിയത്തില്ല. എന്നിട്ട് നിന്ന് പുണ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കണേ. മെനയ്ക്കൊരു തുണിയലക്കാൻ അറിയത്തില്ല. തോറ്റുപോയില്ല മക്കളെ, സങ്കടം കൊണ്ട് പറയുന്ന ഇതൊക്കെ. ഹല്ലേലൂയ. ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ഇല്ലാതില്ലാതെ ഇങ്ങനെ മൈനസ് ചെയ്ത്, ജീവിതത്തെ മൈനസ് ചെയ്തൊക്കെ ജീവിക്കാൻ പറ്റുമോ? ജീവിതത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുക ചിലരിങ്ങനെ മൈനസ് ചെയ്ത് കട്ട് ചെയ്ത് ജീവിക്കുക. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ. ഹല്ലേലൂയ. എന്നാ പറയുന്നത്, ലെസ് ലഗേജ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ. മോർ കംഫർട്ടബിൾ. നമ്മൾ ഒരുപാട് സ്വരുക്കൂട്ടാൻ നോക്കുക. പതുക്കെ വെട്ടി മാറ്റണം ഓരോന്ന്. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ വേറെ ഒന്നും വേണ്ട. വേറെ എന്താ എടുത്തുകൊണ്ട് നടക്കുന്നത്? പെട്ടി നിറച്ച് 5000-ൻ്റെ നോട്ടിരിക്കുന്ന, 1000-ൻ്റെ നോട്ടില്ല, 500-ൻ്റെ നോട്ടേ ഉള്ളെന്ന് തോന്നിപ്പോൾ. 500-ൻ്റെ നോട്ടിരിക്കുന്നവന് 1 രൂപയുടെ കെട്ട് അവനെടുക്കാൻ പോവുമോ? അവനറിയാം അവൻ്റെ കയ്യിലിരിക്കുന്ന 500-ൻ്റെ കെട്ട. കയ്യിലിരിക്കുന്നത് തമ്പുരാനെന്നറിയാവുന്നവന്, കയ്യിലിരിക്കുന്നത് ദൈവഭാഗ്യമാണെന്ന് അറിയുന്നവൻ, പിന്നെ ആരുടെ മുമ്പിൽ എന്തിനു വേണ്ടി അവൻ കൈനീട്ടുമെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് കൈനീട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കൈനീട്ടണം മക്കളെ. ദൈവത്തിന് വേണ്ടി കൈനീട്ടുന്നവര്. ഹല്ലേലൂയ. 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 വേറെ അങ്ങ് കൈനീട്ടി നിൽക്കില്ല. വേറൊന്നിനും വേണ്ടി കൈനീട്ടി നിൽക്കില്ല. ദൈവത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന മനുഷ്യര്. ഹല്ലേലൂയ. 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 നാലേജ് എന്ത് ഭാഗ്യം ഇത്. അവിടെ ഇവിടെ ഒന്നും കൈനീട്ടാൻ എന്നെ കിട്ടില്ല. അവിടെ ഒരാൾ വരും, ഭിക്ഷയാചിച്ച് വരുന്ന, ഭിക്ഷയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. വിശന്നാ വരുന്നത്, ചേട്ടാ ചോറ് കഴിക്കുക, വേണ്ട. അവിടുന്ന് ഇവിടുന്നൊന്നും കഴിക്കില്ല. ഭിക്ഷക്കാരനാണേലും അന്തസ്സുള്ളവനാണ്. അയാൾക്ക് ഇച്ചിരി പൈസ കൊടുക്കണം. പൈസ കിട്ടിയാൽ പൊക്കോളും. ഭക്ഷണമൊന്നും കൊടുത്താൽ അയാൾക്ക് വേണ്ട. ഭക്ഷണമൊന്നും അയാൾക്ക് വേണ്ട. ചിലപ്പം നല്ല ഭക്ഷണമൊക്കെ കാണും, വല്ല പ്രോഗ്രാമൊക്കെ ഉള്ള സമയത്ത്. വേണ്ട, ഒരു 10 രൂപ തന്നാൽ മതി. ഒരു 10 രൂപ മതി. ദൈവമക്കളെ, ഞാനും നിങ്ങളുമൊക്കെ എടുക്കുന്ന ഭിക്ഷ എന്താണെന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എന്തിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ കൈനീട്ടി നിൽക്കാറുണ്ടെന്നും ധ്യാനിക്കുന്നത് നല്ലതാണ് മക്കളെ. ദൈവമൊഴിച്ച് ബാക്കി ഒന്നിൻ്റെ മുമ്പിലും കൈനീട്ടരുത്. ദൈവമൊഴിച്ച്, ദൈവമേ തിന്നെ മതി. ഇവിടെ വന്ന് അതും ഇതും പറയാതെ പരിശുദ്ധാത്മാവിനെ താന്ന് പ്രാർത്ഥിക്കുക. അതും ഇതും പറഞ്ഞ് സമയം കളയാതെ പ്രാർത്ഥന തെറ്റിക്കല്ലേ. ചില മനുഷ്യരുണ്ട് പ്രാർത്ഥന തെറ്റിച്ച് കളയും. പ്രാർത്ഥന ചൊല്ലുമ്പം കുർബാന ചൊല്ലുമ്പം കുർബാന തെറ്റിപ്പോവും. പ്രാർത്ഥന ചൊല്ലുമ്പം പ്രാർത്ഥന തെറ്റിപ്പോവും. ചില പ്രാർത്ഥനകളുണ്ട് വട്ടം തെറ്റിപ്പോവും. പള്ളിയിലൊക്കെ ഇരുന്ന സമയത്ത് ഈ കല്യാണ പ്രാർത്ഥന കേൾക്കാൻ വരും. നമ്മുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ അറിയാവുന്ന പ്രാർത്ഥന, നന്മ നിറഞ്ഞ മകയുമേ പോലും തെറ്റിക്കും. പിന്നുള്ളതിന് കുമ്പസാരത്തിനുള്ള ജപമാണെന്ന് തോന്നുന്നു, മനസ്സാവ പ്രേരണമല്ലേ, തെറ്റിക്കും. പ്രാർത്ഥന തെറ്റിക്കുന്നവർ സത്യത്തിൽ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം നമ്മൾ പ്രാർത്ഥന തെറ്റിക്കുന്നുണ്ടാവും മക്കളെ. പ്രാർത്ഥന തെറ്റിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവിനെ ദൈവത്തെ ഈശോയെ പ്രാർത്ഥിച്ചു നോക്ക്. ജീവിതം മാറും മക്കളെ. ഹല്ലേലൂയ. കൊച്ചുമക്കൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാം. ഞാൻ വിചാരിച്ചു ഇപ്പം വീസ ചോദിക്കും, ഇപ്പോൾ അവൻ ജോലി ചോദിക്കും, കല്യാണം ചോദിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഈ ചർക്കം പറയുക പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കും.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ, ശരിക്കും ദൈവമാരെന്ന് അറിഞ്ഞിരുന്നത്, ദൈവവചനം എന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. കുറച്ചധികം മക്കൾ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുക. ഞാനിന്ന് വെറുതെ ഞാനിന്ന് അവസാന പുസ്തകം കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത പുസ്തകം വന്നിരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം എഴുതി, വെളിപാട് എഴുതി, ലേഖനങ്ങൾ എഴുതി, അപ്പോസ്തല നടപടി എഴുതിയിട്ടൊരു പാർട്ടി വന്നേക്കുന്നു. എന്താ ഇതിൻ്റെ ബാക്കി പറയേണ്ടത്? ഇനി എന്നാ എഴുതണം വെച്ചു? ഞാൻ പറഞ്ഞു നമുക്ക് സുവിശേഷം തീർക്കാം, ഇനി മത്തായി സുവിശേഷം തുടങ്ങിക്കോ. ഇനി മത്തായി സുവിശേഷം. ദൈവങ്ങളെ, ആ ചേച്ചിയൊക്കെ കിടക്കുന്ന മുമ്പിൽ ഞാൻ തോറ്റു നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. ആ ചേച്ചി ഇങ്ങനെ എന്ത് അഭിമാനമെന്ന് പറയുമ്പോൾ മുഖത്തച്ഛാ എഴുതി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി അത് വീട്ടിൽ വെച്ചോളൂ, നമുക്ക് ഒന്നിച്ച് വാങ്ങിക്കാം, അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം, നമുക്കത് ബൈൻഡ് ബൈൻഡ് ചെയ്തെടുക്കാം. ഒരു പോലത്തെ ബുക്കോ പേപ്പറോ നിങ്ങൾ ഉപയോഗിക്കണം എഴുതുമ്പോൾ. എന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ കൈവച്ച് പാതി ചേച്ചി വന്നതെന്ന് പറയുക. എല്ലാം കൂടെ കൊണ്ട് ഞാനിപ്പോൾ വാങ്ങിക്കുന്ന പേര് ഞാൻ വാങ്ങിക്കുമോ? മത്തായി എഴുതി തുടങ്ങിയിരിക്കുക. അടുത്ത ആഴ്ച അവനും അത് തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് വരും ഈ പാർട്ടി. എനിക്ക് ഉറപ്പാണ്. ഒരു പണിയില്ലാത്ത ചേച്ചിയൊന്നും ആയിരിക്കില്ല. അവർക്കൊരു ഭർത്താവും കാണും, അവർക്ക് മക്കളും കാണും, അവർക്ക് വീട്ടിലെ പണിയെല്ലാം കാണും. ഉറക്കം കുറഞ്ഞ് കാണും മിക്കവാറും ഈ ചേച്ചിക്ക്. രാത്രിയിലൊക്കെ ഇരുന്ന് ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുക. പത്രം വായന കാണുകയില്ല, ടി വി കാണലില്ല, ഫോൺ നോക്കാറില്ലായിരിക്കും ഈ ചേച്ചി. എന്തോ അത്യാവശ്യ കാര്യം നടക്കാനുണ്ട്. കാരണം ബൈബിൾ എഴുതി തീർന്നു കഴിയുമ്പം ദൈവം പ്രത്യക്ഷപ്പെടുമെന്നും അത്ഭുതം നടക്കുമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ബൈബിൾ എഴുതി കഴിയുമ്പം ദൈവം പ്രത്യക്ഷപ്പെടുമെന്നും അത്ഭുതം നടക്കുമെന്നൊക്കെ ഈ പൊട്ടിച്ചേടത്ത് വിശ്വസിച്ചിരിക്കുക. സ്പീഡിൽ എഴുതുക മക്കളെ. അവരല്ല പൊട്ട, നമ്മളാ പൊട്ട. ആ എഴുത്തിൻ്റെ അറ്റത്ത് എഴുതി 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 കുറച്ച് കഴിയുമ്പം ദൈവം ബൈബിൾ എഴുതുന്ന, പരിശുദ്ധാത്മാവ് ബൈബിൾ എഴുതുന്ന ഒരനുഭവത്തിലേക്ക് പിന്നെ അവരൊന്നും പറയില്ല. അവർക്ക് എല്ലാം കിട്ടിയൊരു അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഒരു ലെവലുണ്ട് മക്കളെ. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനെ തമ്പുരാൻ ഇങ്ങനെ അടുത്തുള്ളൊരു അനുഭവമുണ്ട്. കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ആവശ്യങ്ങളൊന്നുമില്ല, വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? എന്നാ വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ചില മക്കൾ വിദേശത്തൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ഈ ദിവസങ്ങൾ ആരെണ്ണൊക്കെ യൂറോപ്പിനും അമേരിക്കയൊക്കെ പോയിട്ടുണ്ട്. അച്ഛൻ എന്നാ വേണം? അച്ഛനൊന്നും വേണ്ട. എനിക്ക് അഹങ്കാരം തോന്നിയിട്ടുണ്ട്. ദൈവമേ എങ്ങനെ ഇങ്ങനെ പറയാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കണ്ടേ? എനിക്കൊന്നും വേണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്ന, ഫോർമാലിറ്റിക്ക് പറയുന്നൊന്നുമല്ല. വേണ്ടതൊക്കെ ആ മുറിയിലുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ചു പോയിട്ടുണ്ട് അവിടെ. ദൈവങ്ങളെ, ഈ കർത്താവ് ഒന്ന് മനസ്സിൽ വേറെ ഒന്നുമില്ല. നത്തിങ് ക്യാൻ അട്രാക്ട് ചെയ്യൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം കൊണ്ട് നിറയണം മക്കളെ. ദൈവം കൊണ്ട് ദൈവമുള്ളവന് എല്ലാം ഉണ്ട്. നമ്മുടെ മിണ്ടാമണത്തിൽ എഴുതി വെച്ചിരുന്ന വാക്യമാണ്. അമ്മ ത്രേസ്യ പറഞ്ഞ ദൈവം ഉള്ളവന് എല്ലാം ഉണ്ട്, ദൈവമില്ലാത്തവന് ഒന്നുമില്ല. ദൈവമുള്ളവൻ എല്ലാം ഉണ്ട്, ദൈവമില്ലാത്തവൻ ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഈശോ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കണേ? ഇതിനു മുമ്പ് തോമാസ് ലീഹ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. നിങ്ങളവനെ കണ്ടു കഴിഞ്ഞു. ദൈവമക്കളെ, നിങ്ങളിവിടെ വന്നിട്ട് എത്ര മണിക്കൂറായെന്നൊന്നും എനിക്കറിയില്ല. രാവിലെ വന്ന കുറച്ച് പേര് എന്തായാലും ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ കണ്ടോ യേശുവിനെ? നിങ്ങൾ കണ്ടോ പിതാവിനെ? നിങ്ങൾ കണ്ടോ പരിശുദ്ധാത്മാവിനെ? ഈശോ പറഞ്ഞു നിങ്ങൾ കണ്ടെന്ന്. നിങ്ങൾ ഇന്ന് ബനവന്തൂരായിട്ട് തിരുനാൾ വീണ്ടും അങ്ങോട്ട് വരിക. കുരിശിലേക്ക് നോക്കുമ്പം അവൻ്റെ മുറിപ്പാടുകളിലും അവൻ്റെ ചോരപ്പാടുകളിലുമൊക്കെ മഹത്വത്തിൻ്റെ ദൈവത്തെ നിങ്ങൾ കാണും. അവൻ്റെ മുറിപ്പാടുകളും അവൻ്റെ ചോരപ്പാടുകളിലും മഹത്വത്തിൻ്റെ ദൈവത്തെ നിങ്ങൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാഴ്ച പറയട്ടെ. ഇച്ചിരി കുറവുള്ള കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന മാതാപിതാക്കൾ എൻ്റെ ഹൃദയത്തിലൊരു മുറിവ്. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. രാവിലെ ഒരു കൊച്ച്, അവനൊരു 10-14 വയസ്സ് കാണും. അപ്പനൊപ്പം വളർന്നൊരു കൊച്ച. അപ്പനിങ്ങനെ പിടിച്ചേക്കുക, ഇവൻ കിടന്ന് വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുക. വിദേശത്ത് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്.
മൂത്ത മോനോ മറ്റോ ഇത്. ഞാൻ ഓർക്കുകയായിരുന്നു, എൻ്റെ ദൈവമേ, ഈ അപ്പനെ ഗുസ്തി പിടിക്കുന്ന ഇന്ന് മാത്രമൊന്നും അല്ലല്ലോ. അമ്മ പിടിച്ചാൽ അവൻ നിൽക്കത്തില്ല. ഒരു ജീവിതം മുഴുവൻ ഇങ്ങനെ. അയാൾക്ക് ജീവനാ അവനെ, ആ മനുഷ്യന് ജീവനാ. അവൻ എന്ത് വേദന, അവനീ കൈയൊക്കെ പൊക്കും, മുഖത്തൊക്കെ അടിച്ച കൈപൊക്കുന്നത്. അവനെ ജീവനാ ഈ അപ്പന്. സത്യത്തിൽ എൻ്റെ കണ്ണ് നനയ്ക്കുന്ന ഒരു കാഴ്ച അതാ. ഒരു കാഴ്ചയല്ല, ഏറ്റവും വലിയ കാഴ്ച. ചില അമ്മമാർ മക്കളെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊന്നും വല്ലാതെ എന്ത് ചെയ്യാനാ, ദൈവം മാത്രം. ഒരു മെഡിക്കൽ കോളേജിലും ട്രീറ്റ്മെൻ്റ് ഇല്ല, ഒരു മെഡ്സിറ്റിയിലും ഇല്ല അതിൻ്റെ ചികിത്സ, ഒരമേരിക്കയിലും ഇല്ല ഇതിൻ്റെ ചികിത്സ. ദൈവത്തിൻ്റെ ആശുപത്രിയിലുണ്ട് അതിൻ്റെ ചികിത്സ. ഹല്ലേലൂയ, കർത്താവിനെ കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ, എനിക്കറിയാം ആ അപ്പൻ ഞാൻ പറയുന്ന പോലൊന്നും ആയിരിക്കില്ല കൊച്ചിനെ കാണുന്നത്. ആ അപ്പൻ കൊച്ചിനെ കാണുന്നത് സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രമാണ് കൊച്ചിനെ കാണുന്നത്. ഞാൻ മൂന്നാമൻ, എനിക്ക് സഹതാപമൊക്കെ വളരെ ചീപ്പ് സെൻറ്റിമെൻ്റാണ് മക്കളെ. സ്നേഹമാണ് മഹത്വം. നിനക്ക് ആ കുഞ്ഞിനോട് സ്നേഹമാണോ, നിനക്ക് ആ കുഞ്ഞിനോട് സഹതാപമാണോ? പലപ്പോഴും സഹതാപമാണ്. കൊച്ചിനോടുള്ള സഹതാപത്തെക്കാളും കൂടുതൽ ആ അപ്പനും അമ്മയോടുള്ള സഹതാപം എനിക്ക് തോന്നാറുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാ കരുത്ത്. ഒരു ഡോക്ടറിനും തരാൻ പറ്റാത്ത മരുന്ന് ഈ പിതാവിനെ കണ്ടുമുട്ടുമ്പോ, ഈ പുത്രനെ കണ്ടുമുട്ടുമ്പോ, ഈ പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടുമ്പോ നിന്റെ ജീവിതത്തിൽ ലഭിക്കും. അതിനപ്പുറത്തൊരു കൗൺസിലിംഗ് ഒന്നുമില്ല. ഈ കുഞ്ഞുങ്ങളെയൊക്കെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു ഡോക്ടർ വരും. ഡോക്ടറിൻ്റെ മൂത്ത കുട്ടി ഡോക്ടറിൻ്റെ ഇരട്ടി വലിപ്പമുണ്ട്. ഈ പിള്ളേർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഇവനെയും കൊണ്ട് വരും. അമ്മയുടെ കഥയാണ് പറയുന്നത്. ഡോക്ടർ സ്ത്രീയാണ്, ഗൈനക്കോളജിസ്റ്റ്. നോക്കിയോ മക്കളെ, കിട്ടിയത് ഈ കൊച്ചിനെയാണ്. കുട്ടനെന്നാണ് അവനെ വിളിക്കുന്നത്. കുട്ടനെന്നാണ് വിളിക്കുന്നത്. അവൻ്റെ പേരെന്നാന്ന് എനിക്കതില്ല. കുട്ടനെന്ന് വിളിക്കും. കുട്ടൻ. വേറെ രണ്ട് മക്കളല്ല, മിടുക്കന്മാർ. അവരെയൊന്നും കുട്ടനെന്ന്, അവനൊക്കെ പേരുണ്ട്. അവനൊന്ന് ജോസഫും മറ്റേത് മേരിയാണ്. ഇവൻ്റെ പേര് വിളിക്കാൻ പോലും അമ്മയ്ക്ക് പേടിയാണ്. കാരണം സ്നേഹമെങ്ങാനും കുറഞ്ഞു പോയാലോ. ദൈവം ഇങ്ങനെ മക്കളെ, എനിക്കും നിങ്ങൾക്കുമൊക്കെയുള്ള കുറവുണ്ടല്ലോ, ദൈവം സ്നേഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. എനിക്കും നിങ്ങൾക്കുമൊക്കെയുള്ള ഞാൻ പറയുന്ന വാക്ക് തെറ്റാണ്, വൈകല്യങ്ങളുണ്ടല്ലോ. കർത്താവിന് നിനക്കിട്ടിരിക്കുന്ന പേര് കുട്ടൻ. എൻ്റെ കുട്ടൻ ഇത്രയും വലിപ്പമുണ്ടവന്. ഹല്ലേലൂയ. പക്ഷെ കുട്ടാന്ന് വിളിച്ചാൽ അവൻ അമ്മയോട് ചേർന്ന് നിൽക്കും. ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഉടനെ ഇവന് കൈയെടുത്ത് അമ്മയുടെ തലയിൽ വെച്ച് കൊടുക്കും. ചിലപ്പോൾ എൻ്റെ തലയ്ക്ക് ഓൻ പിടിക്കും. കുട്ടൻ, ഓമനക്കുട്ടൻ. ദൈവം നമുക്ക് കിട്ടുന്ന ഒരു പേരാണ്. നമ്മൾ ദൈവത്തിന് 1000 പേര് വിളിക്കാറില്ലേ? നിനക്ക് ദൈവം ഇട്ടിരിക്കുന്ന പേരെന്നാന്ന് നിനക്കറിയാവോ? നിനക്ക് ദൈവം ഇട്ടിരിക്കുന്ന പേരെന്താണെന്ന് നിനക്കറിയാവോ? ഇല്ല. കാരണം നീ ദൈവം വിളിക്കുന്ന ഇന്നവർ കേട്ടിട്ടില്ല. വട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛനല്ലേ, ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛൻ. ഇല്ല മോനെ, നീ ശ്രദ്ധിച്ചിരുന്നു, നിന്നെ ദൈവം വിളിക്കുന്നൊരു പേരുണ്ട്. നിനക്ക് ദൈവം ഇട്ട്. കാരണം ബാക്കി എല്ലാവർക്കും ദൈവം അബ്രഹാത്തിന് പേരിട്ടു, പൗലോസിന് പേരിട്ടു, പത്രോസിന് പേരിട്ടെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം നിനക്കും ഒരു പേരിട്ടിട്ടുണ്ട്. വിശ്വാസമുള്ള ഒറ്റ കുഞ്ഞിരിപ്പില്ല, ഉറക്കം ഇരിക്കണം. ഹല്ലേലൂയ. ഉണ്ട് മക്കളെ, ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, ഇത് കൂടിയ ഡിഗ്രിയാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഈശോയെ, ദ ലോർഡ്, കർത്താവേ, നാഥനെ, രക്ഷകനെ എന്നൊക്കെ വിളിക്കുന്ന ബൈബിള്, മിശിഹായെ എന്നൊക്കെ വിളിക്കുന്ന ബൈബിള്. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക. ദാറ്റ്സ് ഇനഫ്. ദൈവമക്കൾ എഴുന്നേറ്റ്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാ, ഞങ്ങൾക്കത് മാത്രം മതി. ഫിലിപ്പോസിൻ്റെ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കാൻ കർത്താവ്. പ്രാർത്ഥന തെറ്റിക്കല്ലേ നിങ്ങൾ?
പ്രാർത്ഥന തെറ്റിക്കല്ലേ നിങ്ങൾ. ഞങ്ങൾക്ക് പിതാവിനെ കർത്താവേ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാ. നിന്റെ സന്തോഷമായ പിതാവ്, നിന്റെ ആനന്ദമായ പിതാവ്, നിന്റെ രക്ഷയായ പിതാവ്, നിന്റെ ബലമായ പിതാവ്. ഇത് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വിളിച്ച് കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്ക